ഹായ് നമസ്കാരം. ഈ ഒരു വീഡിയോ അല്പം സീരിയസ് ആയിട്ട് കാണണം. പ്രത്യേകിച്ചിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ജോലി തേടി നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊന്ന് അലേർട്ടായിട്ട് ഇരുന്നോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ പരിചയത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സംഭവത്തിലേ ഉള്ളൂ, ഖത്തറിലുള്ള എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്ന വിവരത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ 3.5 മാസത്തിനിടയിൽ ഖത്തറിലെ എയർപോർട്ടിൽ മാത്രം 40-ലധികം മലയാളി യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ. അപ്പൊ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് വന്ന ആൾക്കാരാണ്. നല്ലൊരു ജോലി ഓഫർ ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാശ് ഓഫർ ചെയ്തിട്ടും ഒക്കെ ഒരു ചാൻസ് എടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ കുറച്ചുപേര് ചതിക്കപ്പെട്ടിട്ട് പിടിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അച്ചാറ് കുപ്പിയുടെ ഉള്ളിൽ കഞ്ചാവ് കടത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥ സ്നേഹിതൻ തന്നെ പറഞ്ഞു ഏൽപ്പിച്ച ഒരു സംഭവം. റൂമിൽ കൂടെ താമസിക്കുന്ന ആളാണ് നാട്ടിൽ നിന്ന് അച്ചാറ് കുപ്പിയിൽ കഞ്ചാവ് കടത്താൻ വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാരനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ നാട്ടിൽ നിന്ന് ഇതുപോലുള്ള എന്ത് സാധനങ്ങൾ എത്ര വലിയ ചെങ്ങാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു വിടുമ്പോൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഇത്തരത്തില് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു ജോലി ഓഫർ ചെയ്തിട്ടും അല്ലെങ്കിൽ നല്ല കാശ് ഓഫർ ചെയ്തിട്ടും ഇതൊന്നും പിടിക്കപ്പെടുന്ന കാര്യമൊന്നുമല്ല, ഇതിലൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം വളരെ സിമ്പിൾ ആണ് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു വിടുന്ന ആൾക്കാരാണ്. ഇവിടെ വന്നിട്ട് പിടിക്കപ്പെട്ടിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പ്രിയപ്പെട്ട അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാശ് കണ്ടു കഴിഞ്ഞാൽ കണ്ണു മഞ്ഞളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പണ്ടായിപ്പോയി. ഇപ്പം അത്രയധികം പേരൊന്നും അങ്ങനെയില്ല. ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് എല്ലാ എയർപോർട്ടുകളിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർത്തിട്ട് വിടും എന്നുള്ളൊരു ചിന്തയും വേണ്ട. ഇത് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പേരിൽ പിടിക്കുന്ന പോലെയല്ല കഞ്ചാവ് കേസിൽ പിടിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചിട്ട് 19 വയസ്സും 20 വയസ്സും ഒക്കെയുള്ള ചെറിയ കുട്ടികളാണ് ഇവിടെ പിടിക്കപ്പെട്ടിട്ട് ജയിലിൽ കിടക്കുന്നത്. അവർക്കൊന്നും കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാതെ ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഖത്തറിലെ എയർപോർട്ടിൽ തന്നെ പല രീതിയിലുള്ള മോഡ്സ് ഓഫ് ചെക്കിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ GCCയിലെ എല്ലാ എയർപോർട്ടുകളിലും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസുകാരാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ മുഖത്തുള്ള കള്ളലക്ഷണം അടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഇപ്പൊ പോലീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാതെ തന്നെ പല മോഡ്സ് ഓഫ് ചെക്കിംഗ് ഉണ്ട്. ഒന്നാമത്തെ ചെക്കിങ്ങിൽ തന്നെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ റെഡ് മാർക്ക് ചെയ്യുകയും പുറത്തു വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വിദഗ്ധമായിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിടിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് കുറച്ചു ദിവസം മുമ്പ് ചുവന്ന മുളകിന്റെ ഉള്ളിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് പിടിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പുറമേന്ന് കാണുമ്പോൾ ചുവന്ന മുളക്, ആ മുളകിന്റെ തൊലി പൊളിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ മയക്കുമരുന്ന്. അപ്പൊ ഇത്രയും വിദഗ്ധമായിട്ട് പാക്ക് ചെയ്തിട്ടും പിടിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കുള്ള ജോലി നമ്മളെ തേടിയിട്ട് എപ്പോഴായാലും വരും. അതിന്റെ പേരിൽ ഉള്ള ജീവിതം കളഞ്ഞിട്ട് ജയിലിൽ കിടക്കേണ്ട ഇട ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശ കൂടി പങ്കുവെക്കുകയാണ്. അപ്പൊ ഇക്കൂട്ടത്തില് നാട്ടിലുള്ള പ്രിയപ്പെട്ട മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പോലീസിനോടും വളരെ ഭവ്യതയോടെ വിനയത്തോടെ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തില് കേരളത്തിലെ പലയിടങ്ങളിലും ഗൾഫിലേക്ക് ജോലി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്തിട്ട് കയറ്റി അയക്കുന്ന ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് കാസർഗോഡും അതുപോലെ തന്നെ ചാവക്കാടും കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് റാക്കറ്റുകൾ വർക്ക് ചെയ്യുന്നത് എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വിവരമൊക്കെ ലഭിക്കുന്നത് ഖത്തറിലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ തന്ന വിവരത്തിന്റെ വെളിച്ചത്തിലാണ്. അദ്ദേഹം ഡയറക്ട് പ്രതികളോട് പിടിക്കപ്പെട്ടിട്ടുള്ള ജയിലിൽ കിടന്നിട്ട് നരകിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പൊ ആ ചെറുപ്പക്കാർ പറഞ്ഞത് പ്രകാരം കുന്നംകുളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും എനിക്കറിയാം. അപ്പോ ആ പേര് പരസ്യമായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുന്നംകുളം സ്വദേശിയായിട്ടുള്ള ആ പേരിലുള്ള ആൾക്കാരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രം ആ പേര് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേര് പറയുന്നതിനും യാതൊരു മടിയില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട്ടിലുള്ള പോലീസും മാധ്യമങ്ങളും അന്വേഷിക്കുക. ചാവക്കാട് കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് കഞ്ചാവുമായിട്ട്. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാര് അറിയാതെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള കുടുക്കുകളിൽ ചെന്ന് ചാടുന്നത് ഇല്ലാതാക്കാം. അപ്പോ ഏറ്റവും ഉപരി ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എത്ര വലിയ വാഗ്ദാനം ആയി കഴിഞ്ഞാലും ജീവിതം കളയുന്ന ഇടപാടുകൾക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആശംസകൾ.